ഇന്ന് നമ്മൾ ഇച്ചിരി ഡിഫറെൻറ്റ് രീതിയിൽ കിഴങ്ങ് ചീര ഉണ്ടാക്കി നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ചപ്പാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പാനിൽ 2 സ്പൂണ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ ഇച്ചിരി ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഇഞ്ചി വെളുത്തുള്ളി ഫ്രൈ ആയി കഴിഞ്ഞ് 2 പച്ചമുളക് ചെറുതായിട്ട് കണ്ടിച്ചിട്ട് അതുകൂടി ഇച്ചിരി ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം നല്ലപോലെ വാട്ടിയെടുത്ത് കഴിഞ്ഞ് നമ്മളൊരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കണ്ടിച്ച് അതുകൂടെ ഇടാം. സവോള കൂടെ ഇച്ചിരി വാറ്റിയെടുക്കുക. ഒത്തിരി വേവിക്കണമെന്നില്ല, ജസ്റ്റ് ഒരു ട്രാൻസ്ലൂസൻ്റ് ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കഴിഞ്ഞ് ഇതിൽ നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. നല്ലപോലെ മിക്സ് ആക്കാം. ഇത് കഴിഞ്ഞ് ഞാൻ ഇതിൽ ഒരു 3 മീഡിയം സൈസ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി വലുതായിട്ടാണ് കണ്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൈസിൽ ഞാനൊരു ക്യൂബിക്കൽ ഷേപ്പിൽ കണ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടി ചെറുതാക്കാം. ഇത് ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ സിമ്മിൽ വെച്ച് ഒരു 10 മിനിറ്റെങ്കിലും എടുക്കുമായിരിക്കും നല്ലപോലെ വെന്ത് വരാൻ. കാരണം ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് കണ്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാനത് മിക്സാക്കി നല്ല അടിയിൽ കരിയാതെ ഇരിക്കാൻ വേണ്ടി മിക്സാക്കിക്കൊണ്ട് ഒരു 2-3 പ്രാവശ്യം മിക്സാക്കി തിരിച്ച് മൂടി വെക്കുക. ഒരു 5-8 മിനിറ്റ് കഴിയുമ്പോൾ കിഴങ്ങ് നമ്മുടെ ഒരു 60% വെന്ത് വരും. ഈ സമയത്ത് നമ്മൾ ഇതിൽ ബാക്കി മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു വലിയ സ്പൂൺ ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 1/2 സ്പൂണാണ് മല്ലിപ്പൊടി ഇടുവാണ്. മല്ലിപ്പൊടി കൂടുതൽ വേണ്ട, മുളക് പൊടി നമുക്ക് എരിവിൻ്റെ പാകത്തിന് ഇട്ടാൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിപ്പോൾ ഒരു 30 സെക്കൻഡ്സ് നമ്മൾ വേവിക്കുന്നുണ്ട്. ആ മുളക് ആ ചൂടിൽ വെന്ത് വരും. ഇനി നമ്മൾ കണ്ടിച്ച് വെച്ച് ചീര ഇടാൻ പോവാണ്. ഞാനിതിൽ പച്ച ചീരയാണ് യൂസ് ചെയ്തത്. നിങ്ങൾ റെഡ് ആണെങ്കിൽ റെഡ് ചെയ്താൽ മതി. ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞ് അത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ചീര നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. പിന്നെ മൂടി ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കണം. ഒരു 5 മിനിറ്റ് കൂടി വെന്ത് കഴിഞ്ഞ് നമ്മുടെ ചീരയും നല്ലപോലെ വേകും. അതിൻ്റെ കൂടെ 60% നമ്മൾ ആദ്യം കിഴങ്ങ് വേവിച്ചായിരുന്നു, അതും ബാക്കി നല്ലപോലെ വെന്ത് വരും. അപ്പം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പം ഞാൻ ഇതിൽ ഇടാൻ പോകുന്നത് കുറച്ച് തേങ്ങയാണ്. ഇത് ഓപ്ഷണലാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഒരു തേങ്ങ ഉണ്ടെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് മിക്സാക്കുക. ഈ തരം നമ്മുടെ ഇത് കിഴങ്ങ് ചീര റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം തീർച്ചയായും ഉണ്ടാക്കി നോക്കും. ചപ്പാത്തിൻ്റെ കൂടെ നല്ല സൂപ്പറാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.